തോവമന്നീനു കുട്ടി തോവമന്നീനു, അമ്പിളി മാമയുടെ തെരിയെ കുട്ടി തോവമന്നീനു. ഇത് കേവലം ഒരു പാട്ട് മാത്രല്ല കേട്ടോ, ഒരു കുട്ടിയുടെ സംശയമാണ്. പണ്ട് കാലത്ത് നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനിരിക്കുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംശയേ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കാതിരിക്കുമ്പോൾ അമ്മമാരെന്താ കയ്യിൽ കൊടുക്കണ? മൊബൈൽ ഫോണ്. കുട്ടികൾ ഒരുപാട് സംശയം ചോദിച്ചിട്ടുണ്ടാവും. ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കുട്ടി സംശയം ചോദിക്കുമ്പോഴും അമ്മയുടെ കയ്യിൽ മൊബൈലാണ്. കുട്ടിയെ തട്ടി നീക്കേ പോന്ന് പറയേ മൂളെ എന്തേലും ചെയ്യും. അവസാനം കുട്ടി എന്ത് ചെയ്യും? ഇല്ല, അമ്മോട് സംശയം ചോദിച്ചിട്ട് കാര്യമില്ല വെച്ച് കുട്ടി തിരിച്ചു പോയി ഏട്ടൻ്റെ അച്ഛൻ്റെ ആരുടെയെങ്കിലും മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ട് അവനും ഒരു ഭാഗത്തും ഉണ്ടാതിരിക്കും. ഇപ്പൊ അവർക്ക് സംശയം ഇല്ലാതെയായി. പണ്ടത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല കേട്ടോ. പണ്ടത്തെ കുട്ടികളെ നമ്മൾ വൈകുന്നേരങ്ങളില് അമ്പിളിമാമ ഉണ്ടാവും ആകാശത്തെ. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് പുറത്ത് കൊണ്ടുപോയി ഇരുന്നിട്ട് ഒരു സ്റ്റൂളോ ബെഞ്ചോ എന്തെങ്കിലും ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ അമ്മമാർ കുട്ടികൾക്ക് ചോറ് കൊടുക്കുക. അപ്പോൾ അവരുടെ 1000 സംശയങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ അമ്മ കഥാരൂപേണേ പാട്ടുരൂപേണയായിട്ട് മറുപടി അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അവസാനത്തെ ഉരുള അപ്പോൾ ഈ കുട്ടി വായ പൊളിക്കണമെങ്കിൽ ഓരോ സംശയങ്ങൾക്കുള്ള മറുപടി കൊടുത്താലേ ഉള്ളൂ അവർ വായ പൊളിക്കുക. അപ്പോൾ അവസാനത്തെ ഉരുള വായ ചോറായിക്കണം. അപ്പോൾ അമ്മ അതും കൂടി കൊടുക്കാൻ തുടങ്ങുന്നതോട് കുട്ടിക്ക് സംശയമായി. അതോടുകൂടി കുട്ടിക്ക് അടുത്ത സംശയം, അവൻ വായ പൊളിക്കാതെ തിരിച്ചു വായ. അവന് അവസാനത്തെ സംശയം അതെന്താ. അപ്പൊ അമ്മ നോക്കുകയാണ് ആകാശത്തേക്ക്. അപ്പൊ അമ്പിളിമാമ നന്നായി ഇങ്ങനെ വട്ടത്തിലുണ്ട്, 4 പേരും ചുവന്ന കളറിൽ നിൽക്കുന്നുണ്ട്, ശോഭ. അപ്പൊ അമ്മ കുട്ടിക്ക് പാടിക്കൊടുക്കുകയാണ് ശോഭ. അത് അമ്പിളിമാമയുടെ ചെറിയ കുട്ടി. തോവമന്നീനും കുട്ടി എന്ന് പറഞ്ഞാൽ ശോഭ വന്നെന്നാണ് കുട്ട. അത് ആരാന്നറിയോ? അപ്പോഴും അവന് സംശയമായി, അതാരാ? അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണ അമ്പിളിമാമയുടെ ചെറിയ കുട്ടി ശോഭ. ചെറിയ കുട്ടിയാണ് അമ്പിളിമാമയുടെ ഏറ്റവും അവസാനത്തെ കുട്ടി ശോഭയാണ് ആ വന്നിരിക്കണത്. അപ്പൊ അങ്ങനെ സംശയങ്ങൾ ചോദിച്ചും കൊണ്ടേ ഇരിക്കണം മക്കളെ. ഇപ്പൊ നമ്മളെ അമ്മമാര് തന്നെ കുട്ടികളെ കേടുവരുത്തി. അവർക്ക് സംശയം ഇല്ലാതാവാൻ കാരണം നമ്മളാണ്. കാരണം കുട്ടിക്ക് ചോറ് കൊടുക്കാനോ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ട സമയമായി, അമ്മ എടുത്തു ഒരു മൊബൈല്. അമ്മ മൊബൈലിലേക്ക് നോക്കി, കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തു. അമ്മ കുട്ടിക്ക് ഇങ്ങനെ കുത്തി തിരികുണ്ടാവും, മൂക്കുകൂടിയും കണ്ണുകൂടിയും വായക്കൂടിയും ഏതിയെങ്കിലും ഒക്കെ. ആ കുട്ടി കഴിക്കുകയോ ചോറെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് സംശയം ചോദിക്കാനുള്ള ഒരു അവസരം അമ്മമാരുണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.